മക്കളെ എന്തുണ്ട് വിശേഷം? എല്ലാവരും ചോറ് കഴിച്ച് കാണും. എല്ലാവരും കഴിച്ചു കഴിയുമ്പോഴാണല്ലോ ഞാൻ വരുന്നത്. അപ്പോഴേ ഞാൻ നല്ല ചോറ് കഴിക്കാൻ പോകട്ടോ. ഇന്ന് ഞാൻ നല്ലൊരു പ്രത്യേക മെഴുക്കുപുരട്ടിയല്ലത്, ഉപ്പിൽ പറ്റിച്ചതാണ്. നമുക്ക് ഒരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാകത്തില്ല. ഈ പാവയ്ക്ക ഉപ്പിൽ പറ്റിച്ചെടുത്താണ്. നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഒരു തുള്ളി പോലും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഇന്നൊരു സ്പെഷ്യൽ ഞാനിടയ്ക്ക് കഴിയും കേട്ടോ ഉണ്ടാക്കി. അപ്പം ഇന്ന് ഞാനിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക എങ്ങനെ വെച്ചാലും. പക്ഷേ ഇതിന് കയ്പ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കയ്പ് ഒട്ടുവേ ഇല്ലെന്നല്ല. പാവയ്ക്ക എന്ന് പറയുമ്പോൾ കയ്പാണല്ലോ, പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റാണ്. ഇതിന് ഉപ്പിൽ പറ്റിച്ച കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കണം. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാനതിടാം. പിന്നെ ഇതേ ചെറുപയറും കഞ്ഞിയായിരുന്നെങ്കിൽ എന്നും ഇഡലി ദോശയൊക്കെ കഴിക്കുമല്ലോ, ചപ്പാത്തി. അപ്പം ഇന്ന് ഇടയ്ക്കൊന്ന് കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആക്കിയതിൻ്റെ പയറാണിത് കേട്ടോ, ചെറുപയർ. അപ്പം അത് നല്ലതാണല്ലോ, ചെറുപയർ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ മക്കളാണ്ട മോര്, ഓട്ടുമോര്, ഇതും ചെറുപയറും എല്ലാം കൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും കുറച്ചിങ്ങ് എടുത്താണ്. നമ്മുടെ ചെങ്കലവ കറിയാണിത്. ഇത് ഞാൻ ഒരു കഷ്ണം എടുക്കുക കേട്ടോ, ചാറൊന്നും എടുക്കത്തില്ല. പിന്നെ നമ്മുടെ നിത്യ അവിയൽ ഇതാ. അപ്പം ഈ അവിയലും ഈ മോരും എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ മക്കളെ ഇന്ന് ഉച്ചവരെ പോയപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ എന്ന് വേണേ പറയാം. അതിലുപരി ആയിട്ടുള്ള ബന്ധമാണ്. ഇതെന്ന് പറഞ്ഞേ സ്റ്റാളും ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പം അവരെ ഞാൻ കണ്ടുമുട്ടി. അങ്ങനെ എനിക്ക് കുറേ സാധനങ്ങളെ വാങ്ങിച്ച്. അപ്പോൾ ആ കൂട്ടത്തിൽ വാങ്ങിച്ചാണ് ഉപ്പിലിട്ട നെല്ലിക്ക. ഞാൻ ഒരെണ്ണം എടുക്കുക, കഴിക്കാനൊന്നും പറ്റത്തില്ല, എങ്കിലും ഒരു കൊതി. അതെങ്ങനെ ഉണ്ടോയെന്നൊന്നും അറിയാമല്ലോ. അപ്പോൾ കണ്ടില്ലേ, ഊച്ചറയല്ല ഇത് കേട്ടോ. ഊച്ചറയുടെ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട നല്ല നല്ല ഉപ്പേരിയും, എനിക്ക് ഒത്തിരി ഉപ്പേരിയൊക്കെ ഞാൻ വാങ്ങിച്ച്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ മക്കളെ. ഒത്തിരി സംസാരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. സാരമില്ല. ഇതാണ് ഇത് പാവയ്ക്ക. എന്തൊരു ടേസ്റ്റാണ് അറിയോ, അങ്ങനെ വെച്ച് കഴിക്കണം കേട്ടോ. ഒരു പുളിയിൽ കയ്പുമില്ല, കയ്പുണ്ട് എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഈ പച്ചമുളക് ഉണ്ടല്ലോ, ഞണ്ട് കഴിക്കാൻ വലിയ ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനും കഴിക്കുക കേട്ടോ. അപ്പം ശരി മക്കളെ.